നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മെ ചേർത്ത് പിടിക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം. പുരാതന ചൈന യുദ്ധം കൊണ്ട് തകർന്ന് തരിപ്പണമായ ഒരു രാജ്യം. അവിടെ ജോലിയൊന്നുമില്ലാതെ അലഞ്ഞു നടക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒടുവിൽ അവിടെയുള്ള ഒരു പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ഒരു ജോലി സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അന്വേഷിച്ചു ചെന്നതായിരുന്നു ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ പ്രഭു അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് യോഗ്യതകളൊക്കെയാണുള്ളത്? അപ്പോൾ അവൻ നിരാശയോടുകൂടി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ജോലി നൈപുണ്യവുമില്ല, എങ്കിലും എന്നെ നിങ്ങൾക്ക് ഒരു വിശ്വസ്തനായി കൂടെ കൂട്ടാൻ കഴിയും. ഏതായാലും അവനൊരു ജോലി നൽകാൻ ആ പ്രഭു തീരുമാനിച്ചു. അങ്ങനെ തന്റെ കണക്കുകളൊക്കെ എഴുതുന്ന ജോലി അവനെ ഏൽപ്പിച്ചു. ആ പ്രഭുവിന് വളരെ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് പണം കിട്ടാനുണ്ടായിരുന്നു, കടമായി ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഗ്രാമവാസികൾക്ക് നൽകിയത്. അതൊക്കെ പിരിച്ചു എടുക്കാൻ വേണ്ടി ഒരു ദിവസം ആ ചെറുപ്പക്കാരനെ ആ മുതലാളി ആ ഗ്രാമത്തിലേക്ക് വിടുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പ്രഭുവിനോട് ചോദിച്ചു, ഞാൻ അങ്ങയുടെ പണവും വാങ്ങി തിരിച്ചു വരുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് കൊണ്ടുവരേണ്ടത്? അപ്പോൾ ആ മുതലാളി ഒരു ചെറിയ പുച്ഛത്തോടു കൂടി അവനോട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ എന്താണ് ഇല്ലാത്തത്? ഇവിടെ എനിക്ക് എല്ലാം ഉണ്ട്. ഇവിടെ എന്താണോ ഇല്ലാത്തത് അത് നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാം. ശരി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിറങ്ങി. അങ്ങനെ നാളുകൾ നീണ്ട യാത്രയ്ക്കു ശേഷം ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിൽ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് ആ ചെറുപ്പക്കാരൻ വളരെ ദുഃഖാകുലനായി. കാരണം പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഗ്രാമവാസികളാണ് ആ ചെറുപ്പക്കാരൻ അവിടെ കണ്ടത്. ചെറുപ്പക്കാരൻ മനസ്സിലായി, തനിക്കിവിടെ നിന്ന് തന്റെ മുതലാളിയുടെ പണം വാങ്ങി തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ ഓരോരുത്തരിൽ നിന്നും തിരിച്ചു വാങ്ങാനുള്ള പണത്തിന്റെ കണക്കുകളുമായാണ് ആ ചെറുപ്പക്കാരൻ അന്ന് അവിടെ എത്തിയിരുന്നത്. എന്തായാലും ആ ചെറുപ്പക്കാരൻ അവിടെയുള്ള ഗ്രാമവാസികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി തന്റെ കയ്യിലുള്ള രേഖകളൊക്കെ എടുത്ത് അത് അവരുടെ മുമ്പിലിട്ട് കത്തിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങളുടെ മുതലാളി നിങ്ങളുടെ എല്ലാ കടവും എഴുതിത്തള്ളാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാമവാസികൾ ഒരുപാട് സന്തോഷിച്ചു. അവരൊക്കെ പാടെ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുതലാളിക്ക് ജയ് വിളിച്ചു. അങ്ങനെ അന്ന് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ച് തന്റെ പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ വെറും കൈയുമായി വന്ന ചെറുപ്പക്കാരനെ കണ്ട് പ്രഭു അവനോട് ചോദിച്ചു, നീ എന്റെ കാശൊന്നും തിരിച്ചു കൊണ്ടുവന്നില്ലേ? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, താങ്കൾ എന്നോട് പറഞ്ഞത് ഈ കൊട്ടാരത്തിൽ എന്താണോ ഇല്ലാത്തത് അത് കൊണ്ടുവരാനല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൊട്ടാരത്തിലില്ലാത്ത കാരുണ്യവും ദയയും, അതെ, ആ ഗ്രാമവാസികളുടെ മുഴുവൻ കാരുണ്യവും ഞാൻ താങ്കൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രഭു കോപം കൊണ്ട് വിറച്ചെങ്കിലും തന്റെ ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയെക്കുറിച്ചോർത്ത് അവനെ തന്റെ കൂടെ തന്നെ നിർത്തി. കാലങ്ങൾ കടന്നുപോയി. ആ കൊട്ടാരത്തിന് നേരെയും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആ കൊട്ടാരം വിട്ട് പലായനം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു നമ്മുടെ പ്രഭുവിന്. എവിടെ പോകണമെന്നറിയാതെ ശങ്കിച്ചു നിന്ന ആ പ്രഭുവിനോട് ആ തൊഴിലാളി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനന്ന് ആ പണം പിരിക്കാൻ പോയ ആ ഗ്രാമമില്ലേ, നമുക്ക് അവിടേക്ക് പോകാം, അവിടെ താങ്കൾക്ക് അവർ അഭയം നൽകും. അങ്ങനെ ആ മുതലാളിയും കൂട്ടി ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലെത്തുക. പണ്ട് തങ്ങളുടെ കടം എഴുതി തള്ളിയ തങ്ങളുടെ ആ പ്രഭുവിനെ കണ്ടപ്പോൾ ആ ഗ്രാമവാസികൾക്ക് വളരെ സന്തോഷമാവുകയും അവരൊക്കെയും ആ പ്രഭുവിനെ ചേർത്ത് പിടിക്കുകയും താങ്കളെ ഒരു ശത്രുക്കൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവർ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആ മുതലാളിക്ക് ഒരുപാട് സന്തോഷമായി. കാലങ്ങൾക്ക് ശേഷം ആ ഗ്രാമവാസികളുടെ സഹായത്തോടുകൂടി ആ പ്രഭു തന്റെ ശത്രുക്കളെ തുരത്തിയോടിക്കുകയും തന്റെ പഴയ കൊട്ടാരം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഒരുപാട് ധനവാനാവുക എന്നുള്ളതല്ല, എന്നും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കുക എന്നുള്ളതാണ്.